വെടിക്കെട്ട് ബാറ്റർമാരും പ്രതിഭാധനരായ ഓൾറൗണ്ടർമാരും ആരെയും ഭയപ്പെടുത്താൻ കഴിയുന്ന ബൗളിംഗ് ആക്രമണ നിരയുമാണ് റോയൽസിന്റെ പടയൊരുക്കം. എന്നാൽ ഏത് ടീമുകൾക്കും എന്നതുപോലെ രാജസ്ഥാൻ റോയൽസിനും ശക്തി മാത്രമല്ല ദൗർബല്യങ്ങളുമുണ്ട്. ടീമിന്റെ കരുത്ത് നോക്കിയാൽ മികച്ച ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിരയാണ് റോയൽസിന്റെ ഏറ്റവും വലിയ കരുത്ത്. ഓപ്പണിംഗിൽ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെക്കാനും ആവശ്യമെങ്കിൽ നങ്കൂരമിട്ട് കളിക്കാനും കഴിയുന്ന സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ ഓപ്പണിംഗ് സഖ്യമാണ് റോയൽസിനുള്ളത്. പവർ പ്ലേയിൽ ബൗളർമാരെ നിലം തൊടാതെ പറത്താൻ കഴിവുള്ളവരാണ് ഇരുവരും. സഞ്ജുവും ജയ്സ്വാളും ഇടത് വലത് ഓപ്പണിംഗ് ജോഡിയാണ് എന്നത് ബൗളർമാരെയും ഫീൽഡർമാരെയും പ്രയാസത്തിലാക്കുകയും ചെയ്യും. മൂന്നാം നമ്പറിൽ സ്ഥിരതയാർന്ന പ്രകടനത്തിന് നിതീഷ് റാണയുണ്ട്. മധ്യ ഓവറുകളിൽ പവർ ഹിറ്റിംഗ് ചാമ്പ്യൻ ഹെറ്റ്മെയറുടെ സാന്നിധ്യം ഏത് ബൗളിംഗ് നിരയ്ക്കും വലിയ വെല്ലുവിളി തന്നെയാണ്. കൂറ്റനടികൾക്ക് മാത്രമല്ല മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സുകൾ കളിക്കാനും കഴിവ് തെളിയിച്ച വെസ്റ്റ് ഇൻഡീസ് സൂപ്പർ താരമാണ് അദ്ദേഹം. റോയൽസിന് വേണ്ടി ഇത്തവണ അദ്ദേഹത്തിന് മത്സരങ്ങൾ പൂർത്തിയാക്കാനുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ കൂടി നിർവഹിക്കാനുണ്ടാകും. സമ്മർദ്ദങ്ങൾ അതിജീവിക്കാനും വലിയ ഷോട്ടുകൾ കളിക്കാനും കഴിവുള്ള ധ്രുവ് ജൂറലും റോയൽസിന്റെ ശക്തികളാണ്. ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ഒരുപോലെ തിളങ്ങാൻ കഴിയുന്ന റിയാൻ പരാഗ് റോയൽസിന്റെ ബാറ്റിംഗ് നിരയ്ക്ക് കരുത്താണ്. അതുപോലെ ലോക ക്രിക്കറ്റിലെ മികച്ച സ്പിന്നർമാരായ വനിന്ദു ഹസരംഗയും മഹേഷ് തീഷ്ണയും ബാറ്റ് കൊണ്ടും നല്ല സംഭാവന ചെയ്യാൻ കെൽപ്പുള്ളവരാണ്. ഇനി റോയൽസിന്റെ ബലഹീനതകൾ കൂടി നോക്കാം. റൺസ് നേടാൻ സഞ്ജു, ജയ്സ്വാൾ, ഹെറ്റ്മെയർ എന്നീ മൂവർ സംഘത്തെ അമിതമായി ആശ്രയിക്കുന്നു എന്നതാണ് പോരായ്മകളിലൊന്ന്. ഇവർക്ക് തിളങ്ങാൻ കഴിയാത്ത മത്സരങ്ങളിൽ മികച്ച ടീം ടോട്ടൽ നേടുക ബുദ്ധിമുട്ടായിരിക്കും. ടോപ്പ് ഓർഡർ നേരത്തെ തകർന്നാൽ റോയൽസിനത് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യത കൂടുതലാണ്. മധ്യനിരയും ലോവർ ഓർഡറുകളും എപ്പോഴും അവസരത്തിനൊത്ത് ഉയരുന്നില്ല എന്നതാണ് കാരണം. IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ വിക്കറ്റ് വേട്ടക്കാരൻ യുസ്വേന്ദ്ര ചഹലിനൊപ്പം അശ്വിനെയും നിലനിർത്താൻ റോയൽസ് തയ്യാറാവാതിരുന്നത് എല്ലാവരെയും അമ്പരപ്പിച്ചിരുന്നു. എന്നാൽ ശ്രീലങ്കൻ സ്പിൻ ജോഡിയായ വനിന്ദു ഹസരംഗയെയും മഹേഷ് തീഷ്ണയെയും ലേലത്തിൽ പിടിച്ച് ആ കുറവ് പരിഹരിച്ചിട്ടുണ്ടെന്ന് ആശ്വസിക്കാം. ഇരുവരും വിശ്വസ്തരായ വിക്കറ്റ് വേട്ടക്കാർ തന്നെയാണ്. എങ്കിലും ഇന്ത്യൻ പിച്ചുകളിൽ വിദേശ സ്പിന്നർമാർ പരാജയമായാൽ ഈ കുറവ് നികത്താൻ പറ്റുന്ന ശക്തനായ ഒരു പ്രാദേശിക സ്പിന്നറുടെ അഭാവം റോയൽസിനുണ്ട്. റോയൽസ് നേരിടുന്ന മറ്റൊരു ഭീഷണി കൂടിയുണ്ട്. ഇത്തവണ ലേലത്തിൽ റോയൽസ് ഏറ്റവും ഉയർന്ന തുക ചെലവിട്ട് വാങ്ങിയ താരമാണ് ജോഫ്ര ആർച്ചർ. പ്രധാന പേസറായി റോയൽസ് കാണുന്ന ആർച്ചർക്ക് തുടർച്ചയായ ഫിറ്റ്നസ് പ്രശ്നങ്ങളുണ്ട് എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഫിറ്റ്നസ് ക്ലിയറൻസ് ലഭിച്ചാൽ കളിയുടെ ഗതി നിയന്ത്രിക്കാൻ കഴിയുന്ന ബൗളറാണ് അദ്ദേഹം. അസാധാരണ വേഗവും തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ നേടാനുള്ള കഴിവുമാണ് ആർച്ചറുടെ പ്രത്യേകത. എന്നാൽ ഫിറ്റ്നസ് എങ്ങനെയായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും മത്സരം നിയന്ത്രിക്കപ്പെടുക. എന്തായാലും 2025 സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആരംഭിക്കാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയാകുന്നത്. മാർച്ച് 22-ന് 18ാം സീസൺ IPL ആരംഭിക്കുകയാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിൽ ഈഡൻ ഗാർഡൻസിൽ നടക്കുന്ന മത്സരത്തോടെയാണ് IPL തുടങ്ങുക. മാർച്ച് 23-ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ എവേ ഗ്രൗണ്ടിലാണ് റോയൽസിന്റെ ആദ്യ മത്സരം.